ആശയക്കുഴപ്പം തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യത്തിലെ യേശുവിൻ്റെ പ്രസ്താവന കേൾക്കുക. പിതാവായ ദൈവം എന്നെക്കുറിച്ചും സാക്ഷ്യം തന്നിരിക്കുന്നു. അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല, അവിടുത്തെ രൂപം കണ്ടിട്ടുമില്ല. അവിടെ ക്രിസ്തു പറയുന്നത് നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല. യേശുവിൻ്റെ സ്നാനസമയത്ത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്നവർ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടോ? കേട്ടില്ലേ? ഇത് മനസ്സിലാക്കാൻ നമ്മൾ കൂടുതൽ ആഴത്തിൽ നോക്കേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിലും 6-ാം അധ്യായം 46-ാം വാക്യത്തിലും ഉള്ള വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന യേശു ക്രിസ്തു മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച, അബ്രഹാമിനോടൊപ്പം നടന്ന, യാക്കോബിനോട് മല്ലിട്ട, മോശയോട് സംസാരിച്ച ദൈവം ജനിക്കാനിരുന്ന യേശു ക്രിസ്തുവായിരുന്നു. മോശയ്ക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും പിൻഭാഗം പോലും കാണാനും കഴിഞ്ഞതെങ്ങനെയെന്ന് ഇത് വിശദീകരിക്കുന്നു. എന്നിട്ടും യേശുവിന് പിതാവിനെ ആരും കണ്ടിട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ല എന്ന് പറയാൻ കഴിഞ്ഞു. രൂപാന്തരീകരണ സമയത്ത് കേട്ടത് പിതാവിൻ്റെ നേരിട്ടുള്ള ശബ്ദമല്ല, ഒരു ദർശനത്തിലൂടെയോ പിതാവായ ദൈവത്തിനു വേണ്ടി സംസാരിച്ച ഒരു ദൂതനിലൂടെയോ നൽകിയ സന്ദേശമായിരുന്നു. രൂപാന്തരീകരണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പത്രോസ് പോലും പിന്നീട് അതിനൊരു ദർശനം എന്ന് വിശേഷിപ്പിച്ചു. മനുഷ്യ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ സാധിക്കാത്തതും കേൾക്കാൻ സാധ്യമില്ലാത്തതുമായി പിതാവായ ദൈവം തുടരുന്നു. പിതാവിനെ കണ്ട ഒരേ ഒരു വ്യക്തിയാണ് യേശു. പിതാവിനെ വെളിപ്പെടുത്താൻ വന്നു. പിതാവിൻ്റെ സത്യം, ഇഷ്ടം, സ്വഭാവം എന്നിവ പ്രഖ്യാപിക്കാൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം ജനങ്ങളുമായി ഇടപഴകിയിരുന്നു എന്നതും യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് ശബ്ദങ്ങൾ കേട്ടിരുന്നു എന്നതും പ്രധാന ആശയമാണ്. എന്നാൽ അവ പിതാവുമായുള്ള നേരിട്ടുള്ള ഇടപെടലുകളല്ലായിരുന്നു. പിതാവ് യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടു. പുത്രനല്ലാതെ മറ്റാരും പിതാവിനെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഈ വീക്ഷണം ഈ തിരുവെഴുത്തുകളെല്ലാം യോജിപ്പിക്കാൻ സഹായിക്കുകയും യേശു പൂർണ്ണമായി പിതാവിനെ വെളിപ്പെടുത്താൻ വന്നു എന്ന ആഴമേറിയ സത്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു.